ഡൽഹിയിൽ നടന്നത് ചാവേർ ആക്രമണമെന്ന് ഔദ്യോഗിക സ്ഥിരീകരണം. ഭീകരസംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ആസൂത്രണം ചെയ്ത ആക്രമണം നടപ്പാക്കാൻ പഹൽഗാം ഡോക്ടർ സംഘത്തെ ചുമതലപ്പെടുത്തുകയായിരുന്നു. ചാവേറായ ഉമർ മുഹമ്മദ് ഈ സംഘത്തിൽപ്പെട്ടയാളാണ്. മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്തപ്പോൾ പദ്ധതി പരാജയപ്പെടാതിരിക്കാൻ ഉമർ ചാവേറായി മാറുകയായിരുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അന്വേഷണം എൻഐക്ക് കൈമാറിയിട്ടുണ്ട്. സ്ഫോടനം നടന്ന ചെങ്കോട്ട പരിസരത്ത് എൻഐ സംഘം പരിശോധന നടത്തി. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യ തലസ്ഥാനത്ത് വീണ്ടും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ സുരക്ഷാ അവലോകന യോഗവും ചേർന്നു. വിശദാംശങ്ങളുമായി ഡൽഹി നിമിസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല അവലോകന യോഗം ചേർന്നു, സ്ഥിതിഗതികൾ വിലയിരുത്തി. ഒപ്പം ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നിർണായകമായ വിശദാംശങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? സുരേഷ്, ഇന്നിപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ 2 യോഗങ്ങൾ ചേർന്നു. ഈ യോഗത്തിൽ പ്രധാനമായും ഡൽഹി പോലീസിന്റെ SI ടീം, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും ഒപ്പം തന്നെ ദേശീയ അന്വേഷണ ഏജൻസിയും പ്രാഥമിക റിപ്പോർട്ടുകൾ സമർപ്പിച്ചു എന്നുള്ളതാണ്. അതായത് എങ്ങനെയായിരുന്നു ഈ സ്ഫോടനം നടന്നത് എന്നത് സംബന്ധിച്ചിട്ടുള്ള പ്രാഥമിക കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ജെയ്ഷെ മുഹമ്മദ് തന്നെയാണ് ഈ ഭീകര പ്രവർത്തനത്തിന് പിന്നിൽ എന്നുള്ളത് ഇതിനോടകം തന്നെ വ്യക്തമായി കഴിഞ്ഞു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് പ്രധാനമായും 4 ഡോക്ടർമാരുടെ പങ്കാണ് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഒരു സ്ത്രീ അടക്കമുള്ള, അതായത് ജെയ്ഷെ മുഹമ്മദിന്റെ ഭാരതത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ വിമൺ വിങ്ങിന്റെ ഹെഡ് എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ഡോക്ടർ അടക്കം, ഒരു വനിതയടക്കമാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഡോക്ടർ ഷാഹീൻ എന്ന് പറയുന്ന ആ സ്ത്രീ, അവർ ലക്നൌവിൽ സ്ഥിരതാമസക്കാരിയായിരുന്നു, ലക്നൌ സ്വദേശിയാണ്. അതിനുശേഷം അവർ പിന്നീട് ഈ വീട്ടിലെ പരിസരങ്ങളിലേക്ക് എത്താറില്ല എന്നുള്ളതാണ് പ്രധാനമായും നാട്ടുകാരും മറ്റും ബന്ധുക്കളും ഒക്കെ തന്നെ വ്യക്തമാക്കിയിരുന്നത്. ഇന്നിപ്പോൾ NIA-യുടെയും അതേപോലെ തന്നെ ജമ്മു കശ്മീർ പോലീസിന്റെയും ഒപ്പം തന്നെ ഉത്തർപ്രദേശ് പോലീസിന്റെയും പ്രത്യേക സംഘം ഇന്ന് ഇവരുടെ വീട്ടിൽ പ്രത്യേക പരിശോധനകളും മറ്റും നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലെ സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെ കൃത്യമായ പരിശോധനകൾ ഇപ്പോഴും പലയിടങ്ങളിലും റെയ്ഡുകളും മറ്റും ഇപ്പോഴും തുടരുകയാണ്. അതിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനം ഡോക്ടർ ആദിൽ എന്നുള്ളതാണ്. ആദിലിന്റെ കയ്യിൽ നിന്നും ഒരു AK-47 തോക്കടക്കം പിടിച്ചു എന്നുള്ളതാണ്. ഇയാളുടെ ലോക്കറിൽ നിന്നുമാണ് ഈ AK-47 തോക്ക് പിടിച്ചെടുത്തത്. ഒപ്പം തന്നെ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ടയാളാണ് ഡോക്ടർ മുസമിൽ. അയാളുടെ കയ്യിൽ നിന്നുമാണ് ഏതാണ്ട് 2900 കിലോഗ്രാമോളം സ്ഫോടക വസ്തുക്കളും അതേപോലെ തന്നെ ഉഗ്ര സ്ഫോടന ശേഷിയുള്ള അല്ലെങ്കിൽ അത്തരം സ്ഫോടനങ്ങൾക്ക് പ്രാപ്തമാകുന്ന രീതിയിലുള്ള ബാറ്ററികളും അതിൻ്റെ കണക്ടിവിറ്റികളും മറ്റും അങ്ങനെ ഉഗ്ര സ്ഫോടന ശേഷിയുള്ള സാമഗ്രികൾ ഇയാളിൽ നിന്നും കണ്ടെടുക്കുകയായിരുന്നു. പിന്നൊരു ഡോക്ടർ എന്ന് പറയുന്നത് ഉമർ മുഹമ്മദാണ്. ഈ ഉമർ മുഹമ്മദും ഇയാളും പെഹൽഗാം സ്വദേശിയാണ്. ഇങ്ങനെ 3 പേർ പെഹൽഗാം ജമ്മു കാശ്മീരിൽ നിന്നുമുള്ളവരാണ്. ഈ ഡോക്ടർ ഉമർ മുഹമ്മദ്, അതേപോലെ തന്നെ ഡോക്ടർ മുസമിൽ, അതേപോലെ തന്നെ ഡോക്ടർ ആദിൽ എന്നിവർ. ഇവർ ഈ ഉമർ മുഹമ്മദ് ഈ പദ്ധതി പരാജയപ്പെടുമെന്നുള്ള, അതായത് ഉമർ മുഹമ്മദിലേക്കും ഇപ്പോൾ പോലീസ് എത്തുമെന്നുള്ള നിർണായക വിവരങ്ങൾ ഉമർ മുഹമ്മദിന് ലഭിച്ചിരുന്നു. അതായത് ഈ മറ്റ് ഡോക്ടർമാരെ, അതായത് ഈ മുസാമിലും അതേപോലെ തന്നെ ആദിലിനെയും പോലീസ് അറസ്റ്റ് ചെയ്തതോടുകൂടി തന്നിലേക്കും അന്വേഷണം എത്തുമെന്നുള്ളത് ഉമർ ഭയപ്പെട്ടിരുന്നു. ആ സ്വരുക്കൂട്ടി വെച്ച സ്ഫോടക വസ്തുക്കളടക്കമുള്ള അത്തരം പദ്ധതികൾ പൂർണ്ണമായും പരാജയപ്പെടുമെന്നുള്ളൊരു ഘട്ടത്തിലാണ് ഉമർ മുഹമ്മദ് സ്വന്തമായി വാഹനമോടിച്ച് ഇത്തരത്തിൽ റോഡിലൊരു സ്ഫോടനം നടത്താൻ തീരുമാനിച്ചത് എന്നുള്ളതാണ്. ഇതിൽ കൃത്യമായി അന്വേഷണം ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമാണ്. ദേശീയ അന്വേഷണ ഏജൻസിയും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പുകളും അതേപോലെ തന്നെ ഈ ക്രൈം സീനിലും മറ്റും നടത്തുന്ന ഇൻവെസ്റ്റിഗേഷനും മറ്റും ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ പ്രദേശത്തെ ലാൽകില മെട്രോ സ്റ്റേഷൻ ഇപ്പോൾ നാളെ കൂടി അടച്ചിടുമെന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ ഡൽഹി മെട്രോ കോർപ്പറേഷൻ നൽകിയിരിക്കുന്നത്. ഇങ്ങനെ സമഗ്രമായ ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷായും അദ്ദേഹം അല്പസമയം മുമ്പ് ട്വീറ്റ് ചെയ്തതും അതുതന്നെയാണ്. അന്വേഷണ ഏജൻസികളിൽ വിശ്വാസമുണ്ട്. മുഴുവൻ മുഖങ്ങളെയും ഈ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരുമെന്നുള്ളതാണ് പ്രധാനമായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കം വ്യക്തമാക്കിയിരുന്നത്. പഴുതടച്ചുള്ള അന്വേഷണമായിരിക്കും. സ്വാഭാവികമായും പെഹൽഗാം ഭീകരാക്രമണം ഉണ്ടായപ്പോൾ ഇത്തരം റിപ്പോർട്ടുകൾ അന്വേഷണ ഏജൻസിയെ കൃത്യമായി മുഖവിലേക്ക് എടുത്തുകൊണ്ട് ആ റിപ്പോർട്ടുകൾ എന്തായിരുന്നു എന്ന് പരിശോധിച്ചപ്പോഴാണ് അതിൽ കൃത്യമായ പാകിസ്ഥാൻ ബന്ധമടക്കം കണ്ടെത്തിയത്. ഇതിൽ പാകിസ്ഥാൻ ബന്ധമുണ്ട്. ആ ബന്ധം സ്ഥിരീകരിച്ച ഒരു സാഹചര്യത്തിലാണ് ഇന്ന് അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള നിർണായകമായ യോഗം ചേർന്നത്. സ്വാഭാവികമായും ഭീകരതയ്ക്ക് മാപ്പില്ല, കൃത്യമായ തിരിച്ചടി നൽകും എന്നുള്ള നിലപാടിലേക്ക് രാജ്യം എത്തി, കേന്ദ്ര സർക്കാർ എത്തി എന്ന കാര്യത്തിൽ സംശയമില്ല. അത് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്യക്തമാക്കിയത്. ഈ ഘട്ടത്തിൽ അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള നിർണായക യോഗം ചേരുമ്പോൾ തുടർ നടപടികൾ, ഭീകരതയ്ക്ക് അതിശക്തമായ തിരിച്ചടി, പാകിസ്ഥാനെ അതിശക്തമായ തിരിച്ചടി, അതിനുള്ള ഒരു നിർണായക തീരുമാനം എടുത്തിട്ടുണ്ടാകാൻ തന്നെയാണ് സാധ്യത, അല്ലേ?
സുരേഷ്, മൗലവി ഇർഫാൻ അഹമ്മദ് ഇയാൾ ജമ്മുകാശ്മീരിലെ ഷോപ്പിയാൻ സ്വദേശിയാണ്. ഇയാളുടെ വീട്ടിൽ ഈ ജമ്മുകാശ്മീർ പോലീസിന്റെ പ്രത്യേക സംഘം പരിശോധന നടത്തിയിരുന്നു. അനന്തനാഗിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നും തോക്കും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ മൗലവി ഇർഫാൻ അഹമ്മദിന്റെ വീട്ടിൽ ജമ്മുകാശ്മീർ പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അവിടെ പരിശോധന നടത്തിയത്. അങ്ങനെ ആ പരിശോധനയ്ക്കിടയിൽ ലഭിച്ചത് വളരെ നിർണായകമായ തെളിവുകളായിരുന്നു. അതായത് ടെലിഗ്രാം ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാനിലിരിക്കുന്ന ഈ ലഷ്കർ-ഇ കമാൻഡുമായി ബന്ധപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദിന്റെ കമാൻഡറുമായി ഒക്കെ തന്നെ ഇവർ ബന്ധപ്പെട്ടിരുന്നു നിരന്തരം എന്നുള്ളതാണ് പ്രധാനമായും ഇയാളിൽ നിന്നും അല്ലെങ്കിൽ ഇയാളിൽ നിന്നും ലഭിച്ച ചില തെളിവുകൾ, ഇലക്ട്രോണിക് തെളിവുകളും മറ്റും പരിശോധിച്ചപ്പോൾ വ്യക്തമായത്. ഇയാൾ ഏതായാലും ഇപ്പോൾ ഒളിവിലാണ്. ഇയാളുമായി ബന്ധപ്പെട്ട് സെർച്ചിങ് ഓപ്പറേഷൻ പല മേഖലകളിലായി നടക്കുന്നുണ്ട്. ഇയാളുടെ ബന്ധുക്കളെ 6 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വ്യക്തിയാണ് മൗലവി ഇർഫാൻ അഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഡോക്ടർമാരെ ഈ സംഘത്തിലേക്ക്, ജെയ്ഷെ മുഹമ്മദിലെ സംഘത്തിലേക്ക് നയിച്ചതെന്നും ഇയാളൊരു മതപ്രഭാഷകൻ അടക്കമായിരുന്നു. ഈ മതപ്രഭാഷണത്തിലേക്ക് ഈ കുട്ടികളെ നിരന്തരം, ഈ വിദ്യാർത്ഥികളെ നിരന്തരം, മെഡിക്കൽ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇയാൾ പിന്നീട് ഇവരെ തീവ്രവാദത്തിലേക്ക് പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി അന്വേഷണ ഏജൻസികളും മറ്റും കണ്ടെത്തിയിരിക്കുന്നത്. ഇയാളുടെ പേരുകൾ തേടിപ്പോയപ്പോൾ അത് പാകിസ്ഥാനിലേക്കാണ് ഇപ്പോൾ നിലവിൽ എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് അന്വേഷണ ഏജൻസികളിൽ നിന്നും ലഭ്യമാകുന്ന സൂചനകൾ. അതായത് പാകിസ്ഥാനിലിരിക്കുന്ന ലഷ്കർ കമാൻഡറിനെയും അതേപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദിന്റെ കമാൻഡറെയും ഒക്കെ തന്നെ ഇയാൾ നിരന്തരം ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളത് സ്വാഭാവികമായും ഇതിന്റെ തെളിവുകൾ ശേഖരിക്കുകയായിരിക്കും ഇനി അന്വേഷണ ഏജൻസികൾ ചെയ്യുക. സുരേഷ്, ജെയ്ഷെ മുഹമ്മദ് ആസൂത്രണം ചെയ്ത ആക്രമണം നടപ്പാക്കാൻ പഹൽഗാം ഡോക്ടർ സംഘത്തെ ചുമതലപ്പെടുത്തുകയായിരുന്നുള്ള നിർണായകമായ വിശദാംശങ്ങൾ തന്നെയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ചവേറായ ഉമർ മുഹമ്മദ് ഈ സംഘത്തിൽപ്പെട്ടയാളാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നു. നന്ദഗോപനാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.